ഹലോ ഗായ്സ്, ഇതാരോസ്വേളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് അമ്മയ്ക്ക് ഒരു സൂപ്പർ ആയിട്ടുള്ള കിടിലൻ മേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. അപ്പൊ ഞാനാണ് മേക്കപ്പ് ആർട്ടിസ്റ്റ്, ഞാനാണ് ഹെയർ സ്റ്റൈലിസ്റ്റ്. അപ്പൊ ഞങ്ങൾ ഈ ഒരു മേക്ക് ഓവറിന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഫേസ് നന്നായി വാഷ് ചെയ്തു. മാത്രമല്ല ഐസിങ് ചെയ്തു, മോയ്സ്ചറൈസും ചെയ്തിട്ടുണ്ട്. അത് മോയ്സ്ചറൈസ് ആയിട്ട് 5 മിനിറ്റ് ഇരിക്കണം. അതുകൊണ്ടാണ് ഞാൻ അത് വീഡിയോയിൽ കാണിക്കാത്തത്. മേക്കപ്പ് വരാണ്ടിരിക്കാൻ ഇടേണ്ടത് മാർസിന്റെ പ്രൈമറാണ്. അപ്പം നിങ്ങൾ ചെറിയ കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതുപോലെയുള്ള മേക്കപ്പ് ഒന്നും എപ്പോഴും ചെയ്യാൻ പാടില്ല കേട്ടോ. ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഡാൻസ് പ്രോഗ്രാം അങ്ങനെയൊക്കെ വരുമ്പോൾ മേക്കപ്പ് ചെയ്യുന്നത് അതല്ല പറയണേ, അല്ലാണ്ട് ചെയ്യരുത്. പിന്നത്തെ ഒരു കാര്യം, ഒരു 16 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ദിവസമൊക്കെ നമുക്ക് മേക്കപ്പും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാം. പൈസയാവോ മേക്കപ്പ് ആർട്ടിസ്റ്റിന്? എത്ര ചാർജ്? എന്റെ ഭാഗ്യം. വീട്ടിൽ ഹെയർ സ്റ്റൈലിസ്റ്റ് ഒക്കെ ഉള്ള കാരണം എനിക്ക് എളുപ്പമായി. ഫംഗ്ഷന് പോകുമ്പോ ബുക്ക് ചെയ്യണം. അപ്പോൾ റോസും എപ്പോഴും ഇങ്ങനെ ഫോണിൽ ഓരോ വീഡിയോസ് കാണുമ്പോൾ അതിൽ മേക്കപ്പ് വീഡിയോ അങ്ങനെ വന്നു കഴിയുമ്പോൾ ആൾക്ക് വലിയ ഇഷ്ടമാണ്. അങ്ങനെ എൻ്റെ മേക്കപ്പ് ബോക്സ് കണ്ടപ്പോഴാണ് ഈ പ്രൊഡക്ട്സ് ഒക്കെ എൻ്റെ കയ്യിലുണ്ട്, അപ്പോൾ അതൊന്ന് വെച്ചിട്ട് ഒരു വട്ടെങ്കിലും അമ്മയ്ക്ക് ഒരു മേക്ക് ഓവർ ചെയ്യണം എന്നിങ്ങനെ പറയുന്നു. അതാണ് ഇന്നിങ്ങനെ ചെയ്യണത്. അപ്പോൾ ഇതുപോലെ നിങ്ങളുടെ വീട്ടിലെ അമ്മമാരുടെ കയ്യിൽ മേക്കപ്പ് പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിൽ അമ്മമാർക്ക് കുഞ്ഞൊരു മേക്ക് ഓവർ നിങ്ങളൊന്ന് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിന് നിങ്ങൾ ഒരു ദിവസം അമ്മോട് ഫ്രീ എന്നാണെന്ന് ചോദിച്ചിട്ട് പ്ലാൻ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടേതായ രീതിയിൽ മേക്ക് ഓവറൊക്കെ ചെയ്യുമ്പോൾ അമ്മമാർക്ക് നല്ലൊരു ചേഞ്ച് വരും, അവർക്കും ഭയങ്കര സന്തോഷമാവും. റെവല്യൂഷൻ എന്ന് പറഞ്ഞ ഈ ഒരു ബ്രാൻഡിന്റെ ഐഷാഡോ ആണ് നമ്മൾ യൂസ് ചെയ്തത്. ഷെയ്ഡ് ആയിട്ടുള്ള ലൈറ്റസ്റ്റ് ബ്രൗൺ ആണ് ഞങ്ങൾ എടുത്തിരിക്കുന്നത്. എന്റെ കണ്ണ് മൊത്തക്കണ്ണാട്ടാ. കോഴി മുട്ട മതിയാവോ എക്സെല്ലൊക്കെ പേര്. അല്ലാതെ എടുക്കാണ് ഓൾറെഡി ഇത്തിരി വലുതാ. ഇങ്ങനെ ചെയ്യുമ്പോ അവരെ കണ്ണ് ചെറുതാണ്. റോസ് ആണെന്നുണ്ടെങ്കിൽ മേക്കപ്പ് വീഡിയോസൊക്കെ കാണുന്നത് കൂടുതലും കൊറിയൻസിൻ്റെ ഒക്കെ ടൈപ്പ് മേക്കപ്പാണ്. അപ്പോൾ അവരുടെ ഐസ് ഓൾറെഡി ചെറുതായതുകൊണ്ട് തന്നെ കണ്ണ് കുറച്ച് വലുതായിട്ട് ഫീൽ ചെയ്യുന്ന പോലത്തെ മേക്കപ്പുകളും കാര്യങ്ങളൊക്കെയാണ് അവർ ചെയ്യുന്നത്. അതുമാത്രമല്ല അവരുടെ സ്കിന്നിന് മാച്ച് ആയിട്ടുള്ള രീതിയിലാണ് മേക്കപ്പ് ചെയ്യണത്. പക്ഷെ നമുക്കത് അത്രത്തോളം അങ്ങനെ മാച്ച് ആവില്ല, കാരണം നമ്മുടെ ഫീച്ചേഴ്സ് അങ്ങനെ ആവണമല്ലോ. അപ്പോൾ എൻ്റെ ഫീച്ചേഴ്സ് ആണെങ്കിൽ ഒട്ടും തന്നെ മാച്ചല്ല. എന്നാലും അവൾ ട്രൈ ചെയ്യണത് പാവം അതുപോലെയൊക്കെ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പക്ഷെ അങ്ങനെ ആവില്ല എന്ന് നമുക്കറിയാലോ. നമ്മളൊരിക്കലും വേറൊരാളെ പോലെ ആവാൻ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫീച്ചേഴ്സ് എന്താണ് അത് കൂടുതൽ ഭംഗിയാക്കുന്ന രീതിയിൽ മേക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അവൾക്കും അത് മനസ്സിലായത്, ഓക്കെ അമ്മയുടെ ഫീച്ചേഴ്സ് ഇങ്ങനെയാണ്, അതനുസരിച്ചാണ് ഞാൻ ചെയ്യേണ്ടതെന്ന്. നമ്മുടെ മേക്കപ്പ് നമ്മളിവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചെയ്യുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഹെയർ സ്റ്റൈലിസ്റ്റിനെ വിളിക്കാം. അപ്പൊ ഞാൻ തലക്കാലത്തേക്ക് ഇനി ഹെയർ സ്റ്റൈലാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഹെയർ സ്റ്റൈലിലോട്ട് കിടക്കാം. പാർട്ടിഷൻ ചെയ്യണം. കുറച്ച് ഫേസ് ക്രീമിങ് ചെയ്യണം. അതിനായിട്ട് നമുക്ക് കിടന്ന് കുറച്ച് മുടി ഫ്രണ്ടിലോട്ടോട്ട് കൊടുക്കാം. അതുപോലെ നമ്മൾ മുടി ഒരു സെക്ഷൻ ആയിട്ട് ഇങ്ങനെ എടുക്കാം. നമ്മൾ ഉള്ളിലോട്ട് ട്വിസ്റ്റ് ചെയ്യാം. അവിടെ ഇരിക്കട്ടെ. ഉള്ളിലോട്ട് ട്വിസ്റ്റ് ചെയ്യാം. ഓക്കെ, ഈ നേരത്തെ കുത്തിയിരുന്ന ഒരു ക്ലിപ്പ് ഊരിയിട്ട് രണ്ടും കൂടി ഒരുമിച്ച് ട്വിസ്റ്റ് ചെയ്ത് വയ്ക്കും. ബോബി പിൻസ് നമുക്ക് തലയിൽ. അപ്പോൾ ഇവർ രണ്ടുപേരും കെട്ടുന്ന ഒരു വളരെ സിമ്പിളായിട്ടുള്ള ഹെയർ സ്റ്റൈലാണ് എനിക്ക് വേണ്ടി അവർ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് സെൻറ്റർ പാർട്ടീഷൻ ഇട്ട ശേഷം
നമ്മൾ ഒരു ഇത്തിരി പീസ് മുടി എടുത്തിട്ടൊന്ന് പിരിച്ചിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഒരു പീസും കൂടി അതേപോലെ തന്നെ എടുത്ത് പിരിച്ചിട്ട് വെച്ച് കൊടുത്തു, സ്ലൈഡ് കുത്തി കൊടുത്തു. ഇതേപോലെ തന്നെ അപ്പുറത്തെ സൈഡും അങ്ങനെ തന്നെ ചെയ്തത്. വീഡിയോ ഞങ്ങൾ ഷൂട്ട് ചെയ്ത സമയത്ത് ഫാൻ ഇട്ടതുകൊണ്ട് തന്നെ ഭയങ്കര ഡിസ്റ്റർബൻസ് വന്നു സൗണ്ടിൽ. അതുകൊണ്ടാണ് അവർ സംസാരിക്കുമ്പോൾ സൗണ്ട് ഇത്തിരി ക്ലിയർ കുറവ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ഇതിലൊന്നും കൂടി ഒന്ന് സംസാരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഹെയർ സ്റ്റൈലൊക്കെ ഞാൻ പണ്ട് ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് ഇപ്പൊക്കെ മടിയായി, ജസ്റ്റ് ക്ലിപ്പ് കുത്തി വെക്കുക എന്നുള്ള രീതിയായി. അപ്പോൾ ഇവർ പറയണത് അമ്മ എന്തിനാ അങ്ങനെയൊക്കെ നടക്കണേ, അമ്മയ്ക്ക് ഇങ്ങനെയൊക്കെ നടന്നൂടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ എന്നെ മേക്ക് ഓവർ ചെയ്യണത്. ഇപ്പൊ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നു. അപ്പം അമ്മയ്ക്ക് എന്താണ് അഭിപ്രായം ഈ ഒരു ലുക്കിനെ കുറിച്ച്? മേക്കപ്പ് ലുക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ ഭയങ്കര ചെറുതായ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് തോന്നുന്നു എനിക്ക് അറിഞ്ഞൂടാ, എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇത്രയ്ക്കൊക്കെ മേക്കപ്പിനെ കുറിച്ച് അറിയാൻ എനിക്ക് അറിയുണ്ടായിരുന്നില്ല. ഞാൻ തന്നെ ഞെട്ടിപ്പോയി. കുറെ ദിവസമായി എന്റെ അടുത്ത് പറയണ ഒന്ന് ഇരിക്കുക ഇങ്ങനെ പ്ലീസ് ഒക്കെ. പക്ഷെ എനിക്ക് നേരില്ലാത്തോണ്ട് ഞാൻ ഇരിക്കാറേ ഇല്ല. പിന്നെ അവർ രണ്ടുപേരും കുറെയൊക്കെ പ്ലാൻ ചെയ്ത് ഇത്രയും ടൈം എടുത്തതൊക്കെ ചെയ്തത്. റോസും ആണെങ്കിൽ കുറെ പ്ലാനിങ് ചെയ്തിട്ടാണ് മേക്കപ്പിന് വേണ്ടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ ഇസ ആണെങ്കിൽ പഠിക്കാനൊക്കെ ബിസി ആണെങ്കിലും അവളും വന്ന് ഹെയർ സ്റ്റൈലിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. അപ്പൊ പ്രത്യേകം താങ്ക്സ് പറയുന്നു എന്നെ ഇത്രയും ഭംഗിയാക്കിയതിന്. നിങ്ങൾ പറയാനാട്ടോ അങ്ങനെ ഇടുന്നു. 10ന് ഞാൻ 10 മാർക്ക് തരും. കാരണം ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് നല്ല ഇഷ്ടമായി. ഇവർക്ക് എത്രത്തോളം ഇഷ്ടമായി എനിക്കറിയില്ല. എനിക്ക് ഇഷ്ടമായ ഓക്കെ. അപ്പൊ എനിക്ക് ഇഷ്ടമായി 10 out of 10. ഓക്കെ, ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് മേക്കപ്പ് എത്രത്തോളം ഇഷ്ടമായും താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, 10 ലിറ്റർ കൊടുക്കുന്നതായിരിക്കും. നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അല്ലെ? ഇന്നത്തെ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.